സ്കൂൾ ടൂറിന് പോകാൻ ഒരുങ്ങിയ സുഹൃത്തുക്കൾ ഹർഷാരവത്തിൽ ബസ്സിൽ കയറിയപ്പോൾ ഒരാളെ മാത്രം ആ തിരക്കിൽ കാണാനായില്ല. സ്കൂളിന്റെ വരാന്തയിൽ ഒരു കോണിൽ നിന്നായിരുന്നു അവൻ നോക്കി നിന്നത്. നിറ കണ്ണുകളോടെ അടങ്ങാത്ത മോഹം ഉള്ളിലൊതുക്കി ഒരു ദിവസം ഈ വഴികളിലൂടെ എന്റെ സ്വന്തം ബസ് ഞാൻ ഓടിക്കും. ടൂറിന് പോകാൻ പണമില്ലാതിരുന്ന കൗമാരക്കാരന്റെ ഉറച്ച തീരുമാനം. നീ ഒന്നുമാവില്ലെന്ന് പരിഹസിച്ച വാക്കുകൾ, മെയ്ക്കാട് പണിക്ക് പോയി തളർന്ന അമ്മയുടെ കൈകൾ, ഇവയെല്ലാം അവനെ തകർക്കാൻ പാകമായിരുന്നെങ്കിലും അവൻ തകർന്നില്ല. ഒമാനിലേക്കുള്ള യാത്ര അവന്റെ ജീവിതത്തിൽ മറ്റൊരു അധ്യായം തുറന്നു. അവൻ വെയിലിലും ചൂടിലും പണിയെടുത്തു. കൈവശം വന്നതെല്ലാം ചെറുതായിരുന്നെങ്കിലും മനസ്സിലുള്ള സ്വപ്നം വലുതായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. 2024 മെയ് മാസം അവന്റെ ആദ്യത്തെ വലിയ കാൽവെപ്പ് 2013 മോഡൽ സെഡോൺ ബസ്. ആ ബസ് അവന്റെ സ്വപ്നത്തിന്റെ ചക്രങ്ങളായിരുന്നു. അവന്റെ കയ്യിലെത്തിയത് മുതൽ അതിന്റെ ശബ്ദം വിജയം പ്രഖ്യാപിക്കുന്ന ഒരു ഓർക്കസ്ട്ര പോലെയായിരുന്നു. വിരുദ്ധ വീതികൾ ഉണ്ടായിരുന്നു. പഴയ വണ്ടി വഴിയിലാകുമെന്ന കള്ളപ്രചാരണങ്ങൾ. പഴയ വണ്ടി കൊണ്ടാവില്ലെങ്കിൽ ഞാൻ പുത്തൻ ബസ് കൊണ്ടുവരും. 2024 ഡിസംബർ ഒരു തിളങ്ങുന്ന BS6 മോഡൽ ബസ്. അതൊരു സ്വപ്നത്തിന്റെ നേട്ടം മാത്രമല്ല, അവനെ പരിഹസിച്ച എല്ലാവർക്കും അവന്റെ മറുപടിയായിരുന്നു. ഇന്നലെ വരെ ആരും അറിയാത്ത ഒരാൾ ഇന്ന് റാണാചന്ദ്രനും അവന്റെ ഒപ്റ്റിമസ് ബസിനും ലഭിച്ച പിന്തുണ മനോഹരമായ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നു. അവന്റെ വിജയത്തിന് പിന്നിൽ ഒരു കൂട്ടായ്മയുണ്ട്. അരുൺ, കണ്ണൻചേട്ടൻ, ഭാര്യ, സഹോദരി, സലാമസ്, ഓഡിയോസ്. പക്ഷെ അതിനേക്കാളും വലിയ പങ്ക് ഒരാൾക്കാണ്, അമ്മയ്ക്ക്. ആ അമ്മയുടെ ആശയായിരുന്നു അവന്റെ വാശി. ക്യാ ചാഹി എന്ന് ചോദിച്ചാൽ ദുനിയാന്ന് തിരിച്ചു പറഞ്ഞ റോക്കി ബായുടെ അതേ വാശി.